നമ്മൾ ചെയ്യാൻ പോകുന്നത് കോക്കനട്ടിൻ്റെ ഒരു ഷേക്കാണ്. അതിന് നമ്മളിപ്പം വെള്ളം ഇങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചെറിയതായി പോയിട്ട് ഇതാ ഫസ്റ്റാണ് നമ്മളൊരു കുപ്പിക്കകത്ത് ഇട്ട്. അപ്പം ഇത്രയും മതി നമുക്ക് ഇപ്പം ഈ ഒരു ശർക്കരയൊക്കെ നമുക്ക് ഇത് തൊടുമ്പോൾ കൈനറ്റിച്ചാനില്ലേ അതേപോലെ ഉണ്ട്. അത്രയും സ്മൂത്തായിട്ട് ഇതാ പൊടിഞ്ഞു പോകും. അതൊക്കെ എൻ്റെ ഇടയ്ക്ക് എനിക്ക് ശർക്കര ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഒന്ന് തിന്നേ. അതെ, ഇൻഗ്രീഡിയൻസ് ഞാൻ പറഞ്ഞ ശർക്കര അരിഞ്ഞിട്ട് കുഞ്ഞുകുഞ്ഞാ പീസാക്കിയിട്ട് ഇടുക. ഞാൻ പറഞ്ഞ പോലെ ശർക്കരയും പിന്നെ പാലും പിന്നെ മെയിൻ ഐറ്റമായ തേങ്ങ കോക്കനട്ട് മിൽക്ക് ഷേക്ക് അല്ലേ, അപ്പം കോക്കനട്ട് ഇല്ലാത്ത എന്ത് മിൽക്ക് ഷേക്ക്, പിന്നെ എല്ലാ മിൽക്ക് ഷേക്കിലും ആഡ് ചെയ്യുന്ന പഞ്ചസാര. ഓക്കെ, അപ്പം നമുക്ക് മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാം. ഇതിന് നമുക്ക് ഏത് കുഞ്ഞു മക്കൾക്ക് വരെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അത്രയും സിമ്പിളാണ്. ഫസ്റ്റ് തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ശർക്കര കുരുകുന അരിയുക. അത് നമുക്ക് ഈ കോക്കനട്ട് ഒന്ന് പൊട്ടിച്ചിട്ട് കാണാം. നമ്മൾ തേങ്ങ ചിരട്ടിയിട്ടുണ്ട്. നമുക്കിന് തേങ്ങ ഇടാം. കുറച്ച് ഞാൻ ആദ്യം ഒഴിച്ചിട്ടുണ്ട്. ഓക്കെ, ഇത്രയും തരാം. ഓക്കെ, ഇനി നമുക്ക് തേങ്ങ ഇടാം. നല്ല വെളുത്ത തേങ്ങ. അപ്പം നമ്മളിവിടെ പാലിതാ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതിപ്പോൾ ആറാൻ വേണ്ടി നമ്മൾ തണുത്ത വെള്ളം അതിൻ്റെ ചുറ്റിലും ഒഴിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് അപ്പത്തൊന്ന് തേങ്ങ ഇട്ടിടാം. അപ്പത്തൊന്ന് അത് പാലാറി വരും. നല്ല കപ്പ് ഗ്ലാസ്സാണ് ഗൈസ്. അടുത്ത ഗ്ലാസ് എന്തോ ആണ് എവിടെന്നോ എടുത്തോണ്ട് വന്നേ. അപ്പം നമ്മൾ ഇവിടെ മുഴുവൻ കോരി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് നമുക്ക് സ്പൂൺ വെച്ചിട്ടൊക്കെ അടയ്ക്കണം. അപ്പം നമുക്ക് കോരി ഇട്ടിട്ട് കാണാം. ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നു? പഞ്ചസാര ഇടും. ഫസ്റ്റ് നമ്മളെടുത്ത പഞ്ചസാര കവറായിരുന്നു, ഇപ്പം നമ്മളെടുത്ത പഞ്ചസാര കുപ്പിയായിരുന്നു. ഇനി നമ്മളിതാ കുപ്പിന്ന് ഒരു സ്പൂൺ പഞ്ചസാര എടുക്കുക. കുറച്ച് മതി, കാരണം നമ്മൾ ശർക്കര ഓൾറെഡി ഇട്ടിട്ടുണ്ട്. 2 സ്പൂൺ, ഹാഫ് ഇത്രയേ ഉള്ളൂ. നമുക്ക് ഇത് അടച്ചു വെക്കാം. അത് ഇതൊന്നും ഞാനിപ്പോൾ ഇതിൻ്റെ ഉള്ളിലിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തോണ്ടിരിക്കുകയാണ്. മിക്സ് ചെയ്യാൻ കുറച്ച് ടഫാണ് കേട്ടോ. അപ്പം നമ്മളൊക്കെ ആണെങ്കിൽ 3 പേരുണ്ടെങ്കിൽ 4 പേരുണ്ടെങ്കിൽ ആ ഒരു കപ്പ് നമുക്ക് എത്ര പേരുണ്ട് ആ ഒരു അത്രയും കപ്പിലോട്ട് നമ്മൾ സാധനം ആഡ് ചെയ്യണം. ഇപ്പം നമ്മൾ ലാസ്റ്റ് ആഡ് ചെയ്യാണ്. അതുകൊണ്ട് തന്നെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ മിൽക്ക് ചേർക്കുന്നത്. ഞാനിപ്പം ആഡ് ചെയ്യാതെ തന്നെ മിൽക്ക് ചേർക്കുകയാണ്. ഓക്കെ, നല്ല പാലാണ്, ഇളപ്പിച്ച പാലും കോക്കനട്ട് ഷേക്ക്. കണ്ട ശർക്കരയിൽ കൂടെ പോകുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ശർക്കര ഒക്കെ മൊത്തത്തിൽ ഇങ്ങനെ പാലിൽ ഇങ്ങനെ അരിയണം. അപ്പം നമ്മുടെ ഷേക്കൊക്കെ റെഡി ആയണി. ഇതങ്ങോട്ടേക്ക് വരാം, ഗ്ലാസ്സിലോട്ട് വെച്ചിട്ട് ഒറ്റക്കുടി കൊണ്ട് കുടിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. നമുക്ക് കുടിച്ചിട്ട് ഞാൻ ബാക്കി പറയാം. അപ്പം നമ്മൾ നന്നായി ഇളക്കണം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കുറേ ശർക്കര എടുക്കണ്ടാവും. ഇതുണ്ട് ശർക്കരയൊക്കെ കല്ല് കഷ്ണമായിട്ട് ഇവിടെ പോയി ശർക്കര കണ്ട ആ ശർക്കരയൊക്കെ നമ്മൾ അരിയണം. ഓക്കെ, അരിയുന്നത് കണ്ട നമുക്ക് ശർക്കര കണ്ട. പക്ഷെ നമ്മൾ ഇപ്പോഴേ ആഡ് ചെയ്യുവാണ് ഗ്ലാസ്സിലോട്ട്. 1 സ്പൂൺ അങ്ങോട്ടേക്ക് എടുക്കുക, ശർക്കര അങ്ങോട്ടേക്ക് ഇളക്കുക. നല്ല മധുരമില്ല കപ്പിലിങ്ങനെ പൊളി. നമ്മളപ്പം ശർക്കര അങ്ങോട്ടേക്ക് കപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. ചൂടൊന്നുമില്ല. അപ്പം നമുക്ക് കുടിച്ചോക്കാം. പൊളി, നല്ല മധുരം, തേങ്ങ, ശർക്കര, പഞ്ചസാര ടേസ്റ്റ് ഒട്ടും വരുന്നുണ്ട്. ശർക്കരയാണ് മൊത്തം. നമ്മൾ ഒരു ശർക്കര മുഴുവൻ അരിഞ്ഞില്ലേ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഡയറക്റ്റ് നമ്മൾ ഇതിൽ മിക്സ് ചെയ്യുക ഒന്നിൻ്റെ ആവശ്യമില്ല, ഒരു ഇലക്ട്രിക്കിൻ്റെ ആവശ്യമില്ല. നേരെ നമ്മളിങ്ങനെ ഇടുക. ആകെപ്പാട് നമുക്ക് ആവശ്യം വന്ന മറ്റേ തേങ്ങ ചുരണ്ടുന്ന സാധനവും പിന്നെ അവർ ശർക്കര ചുരണ്ടിയ സാധനം, ഇത് മാത്രമേ നമുക്ക് ആവശ്യം വന്നുള്ളൂ. ബാക്കി എല്ലാം ഇഷ്ടമാണ്. അപ്പം നിങ്ങളുടെ വീട്ടിലെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. നല്ല മധുരമില്ലേ ഇഷ്ടമാർക്ക് ആണെങ്കിൽ പഞ്ചസാര കുറച്ചുകൂടെ ആഡ് ചെയ്യുക. എനിക്ക് മധുരം ഇഷ്ടമാണ്, പക്ഷെ ഞാൻ കുറച്ച് ആഡ് ചെയ്തു. എൻ്റെ അച്ഛന് മധുരം ഇഷ്ടമില്ലാത്തതുകൊണ്ട്. ഓക്കെ, അപ്പം ഈ കുക്കിംഗ് വീഡിയോ, ഞാൻ കുക്ക് ചെയ്ത വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക.
സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ജ്യൂസ് ആരെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞാൻ ആ ജ്യൂസ് കുടിക്കാൻ സമ്മതിക്കൂല കേട്ടോ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാത്രം ഈ ജ്യൂസ് ഉണ്ടാക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.